നമ്മളിപ്പോൾ നടക്കുന്നത് ഇംഗ്ലണ്ടിലെ തന്നെ ഒരു മനോഹരമായ വില്ലേജിലാണ്. ആ ഒരു ടൗൺ സെൻറ്ററിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ വന്നിരിക്കുന്നത് ടിൻ ടാങ്ക്, അങ്ങനെ തന്നെയല്ലേ എന്ന് പറയണേ, ടിൻ ടാങ്ക് ക്യാസിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു മൗണ്ടൻ്റെ മേളിൽ ആണ് ഈ ക്യാസിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് പൂർണ്ണമായിട്ടാണ് നശിച്ചു എന്ന് പറയാം. അതിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഒരു കടൽ തീരത്തിന് അടുത്തുള്ളൊരു പട്ടണം, അവിടെയുള്ളൊരു ക്യാസിൽ, അതിൻ്റെ കാഴ്ചയിലാണ് ഇന്നത്തെ നമ്മുടെ ചാനലുള്ളത്. വെൽക്കം ടു അവർ ചാനൽ, അവർ ഡ്രീംസ് ആൻഡ് ഡയറീസ്. കോൺവോൾ പേസ്ട്രി ഭയങ്കര വേൾഡ് ഫേമസ് ആണ്. അങ്ങനത്തെ പേസ്ട്രികൾ കിട്ടുന്ന നല്ല റെസ്റ്റോറൻറ്റുകൾ, നല്ല ബേക്കറികൾ, ഒരുപാട് സുവനീർ ഷോപ്പുകളും ഗിഫ്റ്റുകളുടെയൊക്കെ ഉള്ള കടകൾ, അങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ ഒരു നല്ല ചെറിയ മനോഹരമായ വൃത്തിയുള്ള ഒരു ഗ്രാമമാണ് ഈ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രാമം. ഈ സുന്ദരമായ ടൗൺ സെൻറ്ററിൽ നിന്ന് നമുക്ക് കുറച്ച് നടന്നിട്ടാണ് ക്യാസിലേക്ക് എത്താൻ പറ്റുള്ളൂ. കുറച്ച് ഇറക്കവും കുറച്ച് കയറ്റമൊക്കെ കയറിയിട്ട് വേണം നമുക്കവിടെ എത്താനായിട്ട്. കാരണം ഇത് 2 മലകളിലായിട്ടാണ് ഈ ക്യാസിൽ നിലനിൽക്കുന്നത്. മെയിൻലാൻഡിൽ പകുതിയും പിന്നെ താഴോട്ട് ഇറങ്ങി കടലിലേക്കായിട്ട് ഇറങ്ങിക്കിടക്കുന്ന താഴ്വരയിലേക്കായിട്ടാണ് ഈ ക്യാസിൽ അന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നത് പൂർണ്ണമായിട്ടും നശിച്ചു പോയതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ അവിടെ ചെന്ന് കാണാനുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് നടന്ന് ചെറിയ ചെറിയ അരുവികളും 2-3 പാലങ്ങളൊക്കെ കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഹിൽ സൈഡിനോട് ചേർന്നിട്ടുള്ള ഒരു വഴിയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാലം ഇവിടെയുണ്ട്. ചെറിയൊരു അരുവി ഉണ്ടായിരുന്നു. എൻ്റെ മേലോട്ടുള്ള മരത്തിൻ്റെ ഒരു ചെറിയ പാലമാണ്. ഈ പാലം കയറിയിട്ട് വേണം നമുക്ക് ആ ഹിൽ സൈഡിലൂടെ ഇങ്ങനെ നടക്കാനായിട്ട്. ഈ 2 മലയുടെ ഇടയിലൂടെ സീ കാണുന്നത് നല്ല വ്യൂ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഹിൽ സ്റ്റേഷൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകാനായിട്ടും നല്ല രസമാണ് ആ വഴി. നമ്മൾ നടക്കുന്നതിന് പാരലായി തന്നെ താഴത്തേക്കും കൂടി ഒരു വഴിയുണ്ട്. അതിലൂടെ നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണത്. അതിലൂടെ നമുക്ക് ഷട്ടിൽ സർവീസ് ഉണ്ട്. 2 പൗണ്ടാണ് അതിന് ചാർജ് വരുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ആ കയറ്റം നടക്കാതെ പോകാനും പറ്റും. ഇതൊരു ടിക്കറ്റ് ചെക്ക് പോയിൻ്റാണ്. നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ട് വരാൻ ശ്രമിക്കുക. അത് ഇവിടെ എൻ്റെ ടിക്കറ്റ് ഇവിടെ കാണിച്ചിട്ട് വേണം നമുക്ക് കയറാനായിട്ട്. ഈ ബോർഡ് കാണാം, അപ്പർ മെയിൻലാൻഡ് കോർട്ട്യാർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ അതിൻ്റെ ടോപ്പിലേക്ക് കയറാൻ പറ്റും. സ്റ്റെപ്പുണ്ട്, കുത്തിനുള്ള സ്റ്റെപ്പാണ്. അവിടെ കയറിയതിന് ശേഷമുള്ള വ്യൂ അടിപൊളിയാണ്. ബ്രിട്ടീഷ് റോമൻ പീരീഡിലുള്ള പല നാണയങ്ങളും പാത്രങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത് ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചതായിട്ട് കരുതപ്പെടുന്നില്ല. കാരണം ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്ന ഒരു നിർമ്മാണ രീതി അത്തരത്തിലുള്ളതായിരുന്നില്ല. ഇത് 13-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചതെന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. Grab a plate, got ribs, got wings, I just can't wait. Talk smack with the homies, laugh till we cry. And the beat still bumps as the sun says goodbye. Now throw your hands up if you feel this breeze. Come on, West Coast vibing got you weak in the knees. Low riders bouncing with the funk turn high under neon skies, man. 2 മലകളിലായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കോട്ടയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ബ്രിഡ്ജ് അവിടെ ഉള്ളത്. ഇത് നേരത്തെ ഉണ്ടായിരുന്നില്ല. പണ്ട് താഴത്തേക്ക് കുത്തിനുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങി ആയിരുന്നു കയറിക്കൊണ്ടിരുന്നത്. ഇത് പിന്നീട് നിർമ്മിക്കപ്പെട്ടതാണ്. ഇപ്പം നമുക്ക് ഈ ഒരു പാലമുള്ളതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് അടുത്ത മലയിലേക്ക് പോകാൻ പറ്റും. ഭയങ്കര കാറ്റാണ്, നല്ല രസമാണ് അതിലൂടെ നടക്കാനായിട്ട്. 2 സൈഡിലും കടലായിട്ട് നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല ഒരു പ്രത്യേക രസം കേട്ടോ ആ ബ്രിഡ്ജിലൂടെ അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്.
ഈ കാസിലിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്ന ഒരു ഏരിയ ആണിത്. ഒരു കവാടവും പിന്നെ അവിടുത്തെ കുറച്ച് ബിൽഡിങ്ങിൻ്റെ ബാക്കി ഒക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ്. കരിങ്കല്ലുകൾ ഇതുപോലെ അടക്കി വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിർമ്മാണ രീതിയാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് നല്ല പൂക്കളും പക്ഷികളെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരുപാട് പ്രാണികൾ, പക്ഷികൾ, പൂക്കളൊക്കെ ഇവിടെയുണ്ട്. നല്ല വഴിയും ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് നടക്കാവുന്ന രീതിയിലാണ് ഇവിടുത്തെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വരെ നമുക്ക് നടന്നു പോകാൻ പറ്റും. വരുന്നവരെല്ലാം അതിൻ്റെ ടോപ്പ് വരെ എത്താനും ശ്രമിക്കുക. കാരണം അതുപോലത്തെ കാഴ്ചകളാണ് ഈ നടക്കുന്ന വഴികളിലും ഈ കാസിൻ്റെ ഉള്ളിലൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് കാണാനുള്ളത്. ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിറഞ്ഞ ഒരു വഴിയാണിത്. കിങ് ആർതറിൻ്റെ ഒരു സ്റ്റാച്ചു ആണ് ഈ കാണുന്നത്. ഇതൊരു ശക്തിയുടെ പ്രതീകമായിട്ടാണ് ഇവർ കണക്കാക്കപ്പെടുന്നത്. ഒരു മെയിൻ അട്രാക്ഷൻ ഉണ്ടോ, അതിൻ്റെ മേലിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ വേണ്ടി നിറയെ ആൾക്കാർ അവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ ആയിരുന്നു. മേലെ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ള അതിൻ്റെ വ്യൂസ് അടിപൊളിയാണ്. നമ്മൾ വന്ന വഴികൾ, അതിൻ്റെ ഓപ്പോസിറ്റുള്ള വഴികൾ, ആ കടന്നു വന്ന പാലം, 2 മൗണ്ടൻ, സീ, അങ്ങനെ നല്ല രസമാണ് അതിൻ്റെ മേളിൽ വന്നിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഇതിൻ്റെ ടോപ്പിൽ കയറാൻ നോക്കുക, എല്ലായിടത്തും കാണാൻ നോക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹാഫ് ഡേ വേണ്ടി വരും. ഇത് നമ്മൾ തിരിച്ചു പോണ വഴിയാണ്. നമ്മൾ വന്ന പാലത്തിലൂടെയല്ല പോകുന്നത്. അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്, അതിലൂടെ നടത്തുന്നുണ്ടായിരുന്നില്ല. ഇത് പണ്ടത്തെ ട്രഡീഷണൽ വഴി, 2 മലകളിലേക്ക് കയറി ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ആ വഴിയാണ്. ഇച്ചിരി പേടി തോന്നിപ്പിക്കുന്ന ഒരു കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ്. താഴത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെയുള്ള ചെറിയൊരു മരത്തിൻ്റെ പാലമുണ്ട്. ആ സൈഡിലൂടെ നടന്നിട്ട് ആ പാലം ക്രോസ് ചെയ്തിട്ട് നമുക്ക് അപ്പുറ സൈഡിലുള്ള ആ വെള്ളച്ചാട്ടം കാണുമ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങാൻ പോകാൻ പറ്റും. അതുപോലെ തിരിച്ച് നമുക്ക് ഒരു ഷട്ടിൽ സർവീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടേക്കും എത്താൻ പറ്റും. അപ്പോൾ ഞങ്ങളങ്ങനെ ആ പാലം ഇറങ്ങി ആ സ്റ്റെപ്പുകളെല്ലാം ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ നമ്മുടെ ഈ കാസിലൊക്കെ കണ്ടിട്ട് കുറേ നടക്കാനുണ്ട്. മലയുടെ മേലിൽ കൂടെ കയറി നടക്കാനുണ്ട്. പക്ഷെ അതിൻ്റെ മേളിൽ കയറിയിട്ടുള്ള സീയുടെ ഒരു വ്യൂ ഉണ്ട്, അടിപൊളിയാണ്. ഒരു ചെറിയ വെള്ളച്ചാട്ടം, ചെറിയ അരുവികളും, പിന്നെ കുറേ നടക്കാനുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയേക്കണ പഴയ ഒരു കോട്ട, അതായിരുന്നു സംഭവം. പക്ഷെ അതിൽ കുറേ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ബാക്കിയുള്ള കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ല തിരക്കുണ്ടായിരുന്നു, ഭയങ്കര കാറ്റുണ്ടായിരുന്നു, നല്ല വ്യൂ ആണ്. ഒരു അടിപൊളി ദിവസമായിരുന്നു, ഒരു അടിപൊളി ട്രിപ്പായിരുന്നു അത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.